പറഞ്ഞോളൂ സ്റ്റാലിൻ. അതായത് ഈ നമുക്ക് ഇതിൻ്റെ അടിസ്ഥാന നിയമം എന്താണെന്ന് നോക്കാം. അതായത് 1936 നസീർ അഹമ്മദ് വേഴ്സസ് എംബറർ AR 1936 പ്രിവ്യൂ കൗൺസിൽ 253 വേർ എ സ്റ്റാറ്റ്യൂട്ട് റിക്വയർ സംതിങ് ടു ബി ഡൺ ഇൻ എ പർട്ടിക്കുലർ മാനർ it must be done in that manner or not at all, and every other mode of performance is necessarily forbidden. അതായത് ഇവിടെ ഒരു നിയമമുണ്ട്. ഈ സ്റ്റാറ്റ്യൂട്ട് അതിൻ്റെ 14ാമത്തെ സെക്ഷനിലാണ് പറയുന്നത് ഇന്ന രീതിക്ക് വേണം ഈ വഖഫ് ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും. അപ്പോൾ 4/2/2026 പിണറായി വിജയൻ സർക്കാരിൻ്റെ ഉത്തരവിൻ്റെ ആദ്യം പറയുന്നത് എന്താണ്? ഈ സെക്ഷൻ 14 അധികാരം ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ഈ അപ്പോയിൻമെൻറ്റ് നടത്തുന്നത്. എന്നിട്ട് ഏറ്റവും അടിയിൽ അതിൻ്റെ ക്ലാരിഫിക്കേഷനിൽ കൊടുക്കുന്നു, ബാക്കി 2 തസ്തികകൾ ഞങ്ങൾ എത്രയും പെട്ടെന്ന് നിയമനം നടത്തുന്നതാണ് എന്ന്. അപ്പോൾ ഈ വിധിക്ക് എതിരാണത്. ഒന്നുകിൽ നിങ്ങൾ ആ സ്റ്റാറ്റ്യൂട്ട് പറയും പോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ പൊന്നാനിയിലെ MLA നൗഷാദ് അലി, അദ്ദേഹം ഈ കേസ് നല്ല വൃത്തിയായിട്ട് പഠിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കോൺഗ്രസിൻ്റെ MLA ആണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഷോൺ ജോർജിൻ്റെ ആവശ്യം ഇപ്പോൾ 2 വേക്കൻസി ഉണ്ട്, അതിൽ 2 നോൺ മുസ്ലിംസിനെ അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് മാത്രമാണ്. എന്നാൽ മറ്റ് ഹർജിക്കാരുടെ ആവശ്യം വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് അവരുന്നയിച്ചത്. ഞാൻ ഉന്നയിച്ച ആവശ്യങ്ങൾ പറയാം. ഈ സെക്ഷൻ 14 പറയുന്നുണ്ട്, മുസ്ലിം വിഭാഗത്തിലെ ബാക്ക്വേർഡ് മുസ്ലിംസിന് ഉൾപ്പെടെയുള്ള എല്ലാ അംഗങ്ങൾക്കും ആസ് ഫാർ ആസ് പോസിബിൾ കഴിയുന്നത്ര പ്രാതിനിധ്യം കൊടുക്കണം. എന്നാൽ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന വഖഫ് ബോർഡിൽ എല്ലാവരും സുന്നികളാണ്. അല്ല എന്ന് സർക്കാരിന് പറയാൻ പറ്റത്തില്ല. ഒരാളെയെങ്കിലും നിയമിക്കണമെന്നാണ് അല്ലേ? ഇത് 11 വേക്കൻസിയിലേ ഉള്ളൂ, അപ്പോൾ അവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് വേണം സർക്കാരിന്. രണ്ടാമതായി ഞാൻ ഉന്നയിച്ചത് 2 നോൺ മുസ്ലിംസിനെ അപ്പോയിൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. മൂന്നാമത് ഞാൻ പറഞ്ഞത് MLAക്കെതിരുള്ള വേക്കൻസിയിൽ 2 മാസം കാലാവധി ബാക്കിയുണ്ടായിരുന്ന കുട്ടി അഹമ്മദ് കുട്ടി മാസ്റ്റർ, അദ്ദേഹത്തിനെ നിയമിച്ചു. കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്ററെ നിയമിച്ചു. എന്നാൽ 2 മാസം ശേഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം MLA അല്ലാതായി. പക്ഷേ അദ്ദേഹം ഇപ്പോഴും വഖഫ് ബോർഡിൽ ഒരു അംഗമായി. അത് പുതിയ സർക്കാർ വരുമ്പോഴേക്കും അവരുടെ ഇഷ്ടത്തിനൊരു MLA നിയമിക്കാമല്ലോ. നിയമിച്ച സമയത്ത് അദ്ദേഹം അല്ല മഞ്ജുഷ്, ഇവരെ അപ്പോയിന്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് 5 വർഷം കണ്ടിന്യൂ ചെയ്യാം. സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്ററിനെ മാറ്റാനുള്ള ഒരു പ്രൊവിഷനും വഖഫ് ആക്ടിൽ ഇല്ല. കോടതിയുടെ ഇൻ്റർഫറൻസ് വേണം. അദ്ദേഹം പറയണം ഞാൻ പോകില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? എനിക്ക് 5 വർഷം കാലാവധി ഉണ്ട്, എന്നെ നിയമിച്ചു കഴിഞ്ഞു, ഞാൻ ഇവിടെ കണ്ടിന്യൂ എന്ന് അദ്ദേഹം പറഞ്ഞാൽ സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റില്ല. സംബഡി ഹാസ് ടു ഗോ ടു ദ കോർട്ട്. കഴിഞ്ഞ വഖഫ് ബോർഡിൽ അങ്ങനെയായിരുന്നു. 2019 വരെ കാലാവധി ഉണ്ടായിരുന്നല്ലോ. ആ വഖഫ് ബോർഡിൽ അങ്ങനെയായിരുന്നു. ഞാൻ പഴയ MLA ആയിരുന്നു. 2014 നിയമിച്ച MLA ആയിരുന്നു. ഇത് പിന്നെ അസംബ്ലിയിൽ മെമ്പറായിരുന്നാൽ മാത്രം. അത് പിന്നെ കോടതി വിധികളുണ്ട്. ഒരു വഖഫ് നോമിനേഷൻ അല്ലല്ല, അന്ന് മുത്തവല്ലി MLA MP ബാർ കൗൺസിൽ. കഴിഞ്ഞ വഖഫ് ആക്ടിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോടതി ഉത്തരവുകളുണ്ടായിരുന്നു, MB MLA അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും എക്സ് ഒഫീഷ്യോ ആയിട്ടുള്ള ആൾക്കാർ അവിടുത്തെ മെമ്പർഷിപ്പ് കഴിഞ്ഞാൽ അന്നേ ദിവസം ആ നിമിഷം തന്നെ വഖഫ് ബോർഡിലെ അവരുടെ അംഗത്വവും നഷ്ടപ്പെടും എന്ന് പറഞ്ഞിരുന്നു. അടുത്ത 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബാർ കൗൺസിൽ മെമ്പറെ നിയമിച്ചിട്ടില്ല. അടുത്തതായിട്ട് ഈ ജോയിൻറ്റ് സെക്രട്ടറി ടു ദ ഗവൺമെൻറ് ഡീലിംഗ് വിത്ത് വഖഫ് മാറ്റേഴ്സ് ആയിരിക്കണം ഇതിലെ ഒരു എക്സ് ഒഫീഷ്യോ മെമ്പർ എന്ന് പറയുന്നു. ഇപ്പോൾ അപ്പോയിൻറ്റ് ചെയ്തത് ലോ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു അഡീഷണൽ സെക്രട്ടറിയാണ്, ഹു ഹാസ് നത്തിങ് ടു ഡു വിത്ത് വഖഫ് മാറ്റേഴ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് ഞാൻ. ബാക്കിയുള്ള 2 പേരെന്ന് പറയുന്ന അമുസ്ലിം അംഗങ്ങളായിരിക്കണമെന്നുണ്ടല്ലോ അല്ലേ? അതിൽ ഒരു കാര്യം കൂടി എനിക്ക് ഇത് ചെയ്യേണ്ടത്, ഷോൺ ജോർജിന്റെ ഹർജി അടിസ്ഥാനരഹിതമാണ്. കാരണം താങ്കളുടെ ഹർജി നിലനിൽക്കുന്നതായിരുന്നു അതിൽ. പക്ഷേ ഈ അമുസ്ലിം അംഗങ്ങളുടെ കാര്യം ഉണ്ടല്ലോ അല്ലേ? അതിലുണ്ട്. അപ്പോൾ ഷോൺ ജോർജ് ആവശ്യപ്പെട്ട 2 പേരെ നിയമിക്കണമെന്നാണ്. ഈ 11 അംഗങ്ങളിൽ 4 പേര് നിർബന്ധമായിട്ടും മുസ്ലിമുകളായിരിക്കണം എന്നാണ് വ്യവസ്ഥ. അപ്പോൾ 11ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ ബാക്കി 7. ഈ 7 എണ്ണത്തിൽ 4 പേർ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സാണ്.
അതിനെ കൂടാതെ ആയിരിക്കണം ഈ 2 നോൺ മുസ്ലിം മെമ്പേഴ്സിനെ നിയമിക്കേണ്ടത്. ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്തായിരുന്നു ഹൈക്കോടതി? അത് അവർ അതിനെപ്പറ്റി വ്യക്തമായിട്ടൊന്നും കൊടുത്തില്ല. ഒരേ ഒരു ഖണ്ഡികയാണ് അവർ ഒരു അഫിഡവിറ്റ് ഫയൽ, ഒറ്റ ഖണ്ഡിക. ഞങ്ങൾ ഇതിലുള്ള പിന്നെ കുറവുകളൊക്കെ നികത്തിക്കൊണ്ട് ഒരു പുതിയ ബോർഡിനെ ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നുള്ള ഒരൊറ്റ ഖണ്ഡിക. ഏത് സെക്ഷൻ, ഏത് നിയമത്തിലെ ഏത് സെക്ഷൻ അനുസരിച്ച്? ഈ ഉമീദ് നിയമത്തിലെ സെക്ഷൻ 14, സെക്ഷൻ 14 അതിന്റെ അപ്പുറം. അല്ല അപ്പൊ സർക്കാരിന്റെ നിലപാട് എന്താണ്? ഈ പറയുന്ന കേന്ദ്ര നിയമാനുസൃതമല്ല, അതെ, നിയമവിരുദ്ധമാണ്. അത് ആ സർക്കാർ മാറിയല്ലോ. ഇനിയിപ്പോൾ കേന്ദ്ര നിയമത്തിന് അനുകൂലമായിട്ടായിരിക്കുമെന്ന് പറഞ്ഞല്ലോ. പറഞ്ഞു അല്ല, കോടതി അല്ല, അതെന്തുകൊണ്ട് മന്ത്രിക്ക് പറയാൻ പറ്റില്ല? മന്ത്രി അതിനെ മന്ത്രി പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇതിലെ പ്രശ്നം ഇത് മന്ത്രി പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ ഒരു നിലപാട്, അല്ല ഒരു സെക്കൻഡ്, ഞങ്ങൾ അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടില്ല, സർക്കാർ നിലപാട് എടുത്തിട്ടില്ല എന്ന്. സർക്കാർ നിലപാട് എടുത്തിട്ടുണ്ടല്ലോ. ശ്രീ ടി എ മുജീബ്, താങ്കളെ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.